സ്പോട്ടിഫൈ നിങ്ങളിപ്പോൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ലേ? ഒത്തിരി ടെക്നോളജീസ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? എന്നാൽ എ സ്ക്വയർ ടെക്നോളജീസിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ വീഡിയോയിലൂടെ ജാങ്കോയും അതുപോലെ AI ടൂൾസും യൂസ് ചെയ്ത് നമ്മൾ ഒരു മോഡേൺ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. മ്യൂസിക് പ്ലേയിങ് വെബ്സൈറ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജാങ്കോ അറിയില്ലെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് ഒരു പ്രൊജക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിൽഡ് ചെയ്യാനാണ് നോക്കുന്നതെന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു പ്രൊജക്റ്റ് എങ്ങനെ ബിൽഡ് ചെയ്യണം, ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ജാങ്കോയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ ലെറ്റ് സ്റ്റാർട്ട്. വെൽക്കം എവരിവൺ. ഈ വീഡിയോ ട്യൂട്ടോറിയലിലൂടെ നമ്മൾ ജാങ്കോ ഫ്രെയിംവർക്കും AI ടൂൾസും യൂസ് ചെയ്ത് ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. നമ്മുടെ പ്രൊജക്റ്റ് വരുന്നത് സ്പോട്ടിഫൈ സ്റ്റൈൽഡ് മ്യൂസിക് ഡാഷ്ബോർഡാണ്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫ്രണ്ട് എൻഡ് സ്റ്റൈലിംഗ് മുതൽ ഡാറ്റാബേസ് ഇൻ്റഗ്രേഷൻ വരെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സും പ്രാക്ടിക്കലായിട്ടാണ് കവർ ചെയ്യുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചൂസ് ചെയ്യുന്നു? മേ ബി നമ്മൾ ജാങ്കോയിൽ ഒരു ബിഗിനറോ മറ്റോ ആയിരിക്കാം. സോ നമ്മൾ എന്തുകൊണ്ട് ആദ്യം തന്നെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിമ്പിൾ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ജാങ്കോയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഹലോ വേൾഡ് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്തുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കൊരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ജാങ്കോ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് ജാങ്കോ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് ഒരു റിയൽ വേൾഡ് പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ജാങ്കോയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കൺസെപ്റ്റ്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇന്നത്തെ മോഡേൺ ഡെവലപ്പേഴ്സ് AI ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യുന്നു, എങ്ങനെ യൂസ് ചെയ്ത് അവരുടെ കോഡ് ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതെല്ലാം നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലൂടെ കവർ ചെയ്യാനാണ് നോക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് ഒരു വെബ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ആണ്. അതായത് ഒരു വെബ്സൈറ്റ് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു മ്യൂസിക് പ്ലേയിങ് ആപ്പ് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അത് ഒരു ഫുൾ സ്റ്റാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഫുൾ സ്റ്റാക്കിന് മൂന്നായിട്ട് മെയിൻ കമ്പോണൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം: ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡാറ്റാബേസും. ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് ആസ് എ യൂസർ നമ്മൾ കാണുന്ന ഇൻ്റർഫേസ് എന്തോ അതാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സ്പോട്ടിഫൈയിലൊക്കെ കയറി നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെയാണ് ഫ്രണ്ട് എൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. സോ ആ ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് HTML ആൻഡ് ബൂട്ട്സ്ട്രാപ്പ് ആണ്. ഇനി ബാക്ക് എൻഡിലേക്ക് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ സ്പോട്ടിഫൈയിൽ കയറിയിട്ട് നമ്മളൊരു മ്യൂസിക് പ്ലേ ചെയ്യുന്നു. ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ മ്യൂസിക് നമ്മൾ ക്ലിക്ക് ചെയ്ത അതേ പാട്ട് പ്ലേ ആയി വരുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോജിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക് എൻഡ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക് എൻഡ് നമ്മൾ നോർമലി എന്തെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് കോഡ് എഴുതുക എന്ന് പറയുന്നത്. സോ ആ കോഡിങ് കുറച്ചുകൂടി എളുപ്പമാക്കാനായിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു ഫ്രെയിം വർക്കും കൂടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ നമ്മൾ ഈ ഒരു വീഡിയോ ട്യൂട്ടോറിയലിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ബാക്ക് എൻഡ് കോഡ് ചെയ്യാനായിട്ട് പൈത്തണും അതുപോലെ തന്നെ അതിൻ്റെ ഫ്രെയിം വർക്കായിട്ട് ജാങ്കോയുമാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഡാറ്റാബേസ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് തന്നെയാണ്. അതെന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് ഡാറ്റ ഉണ്ടാകും. ആ ഡാറ്റ നമ്മൾ പ്രോപ്പർലി സ്റ്റോർ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡാറ്റാബേസസ് എന്ന് പറയുന്നത്. ജാങ്കോ ഫ്രെയിം വർക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് ബിൽട്ടിനായിട്ട് അതിൻ്റെ ഡീഫോൾട്ട് ഡാറ്റാബേസ് ആയിട്ട് വരുന്നതാണ് SQLite എന്ന് പറയുന്നത്. നമ്മൾ ആ സെയിം ഡാറ്റാബേസ് തന്നെയാണ് ഈ ഒരു പ്രൊജക്റ്റിലും യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് കുറച്ചും കൂടി സ്കെയിലബിൾ ആക്കാൻ വേണ്ടിയിട്ട് മറ്റ് ഡാറ്റാബേസ് PostgreSQL അല്ലെങ്കിൽ MySQL പോലുള്ള ഡാറ്റാബേസിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതുമാണ്. നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് AI ടൂൾസ്. എന്തെങ്കിലും ChatGPTയോ ജെമിനിയോ ക്ലൗഡോ പോലുള്ള ഏതെങ്കിലും AI ടൂൾസ് നമുക്ക് കോഡ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കോഡ് കുറച്ചും കൂടെ എളുപ്പമാക്കാൻ അതുപോലെ തന്നെ സ്പീഡപ്പ് ആക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു AI ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ജാങ്കോ പ്രൊജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ ജാങ്കോയിൽ എങ്ങനെയാണ് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഡാറ്റാബേസ് മോഡൽ, അതായത് നമുക്കൊരു ടേബിൾ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്മിൻ പാനൽ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും,
ഈ ഒരു പ്രൊജക്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡൈനാമിക് ഡാറ്റ എങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. നോർമലി എങ്ങനെയാണ് ഒരു ജാങ്കോ പ്രൊജക്റ്റിൽ ഡൈനാമിക് ഡാറ്റ, അതായത് ബാക്ക് എൻഡിൽ നിന്ന് ഫെച്ച് ചെയ്യുന്ന ഡാറ്റ എങ്ങനെ ഫ്രണ്ട് എൻഡിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ എ വെച്ചിട്ട് എങ്ങനെയാണ് ഡെവലപ്പേഴ്സ് UI എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും, അതുപോലെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. സോ ഇനഫ് തിയറി, നമുക്ക് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഏതാണോ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ അതിൽ ഏതൊക്കെയാണ് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സോ വി ക്യാൻ സ്റ്റാർട്ട് കോഡിംഗ് നൗ. സോ നമ്മൾ കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് പ്രൊജക്റ്റ് സേവ് ചെയ്ത് വെക്കാനായിട്ടൊരു ഫോൾഡർ വേണം. ആ ഒരു ഫോൾഡർ നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയാണ് നമുക്ക് അവൈലബിൾ സ്പേസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. മൈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഫോൾഡറിൻ്റെ പേര് കൊടുക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എനിക്കിത് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ചെയ്യണം. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് നമ്മൾ യൂസ് ചെയ്യുന്ന IDE ആണ്. നമ്മൾ വെബ് ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു IDE, പൈച്ചാമോ അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡോ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഏതാണോ അവൈലബിൾ അതനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ ഇൻ്റർഫേസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ഫോൾഡർ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ വേണ്ട ഫോൾഡർ, ആ ഒരു ഫോൾഡർ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഫോൾഡർ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രീ റിക്വസൈറ്റ്സ് ഉണ്ട്. അതായത് നമുക്ക് ഈ ഒരു ജാങ്കോ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ആവശ്യമുള്ള കുറച്ച് പാക്കേജസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് പൈത്തണും, രണ്ടാമത്തേന്ന് പറയുന്നത് പിപ്പ് പാക്കേജുമാണ് വരുന്നതെന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. നമുക്ക് ഇവിടെ ഒരു 3 ഡോട്ട്സോ അല്ലെങ്കിൽ ടെർമിനൽ മേ ബി ഇവിടെ തന്നെ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അവിടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക, ന്യൂ ടെർമിനൽ എടുക്കുക. അതിനകത്ത് നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും ബൈ ഡീഫോൾട്ട് ആ ടെർമിനൽ ഓപ്പൺ ചെയ്ത് വരുന്നത് പവർ ഷെല്ലായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അത് പവർ ഷെല്ലിലാണ്. അത് ചേഞ്ച് ചെയ്യുക. ഇവിടെ ആയിട്ടൊരു ഡൗൺ ആരോ കാണാം. ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കമാൻഡ് പ്രോംപ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. കമാൻഡ് പ്രോംപ്റ്റിലേക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് പൈത്തൺ ഇൻസ്റ്റാൾഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ആദ്യം പൈത്തൺ സ്പേസ് -- വേർഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈത്തൺ ഇൻസ്റ്റാൾഡ് ആണോ എന്ന് അറിയാൻ പറ്റും. നമുക്കിവിടെ വേർഷൻ വരുന്നുണ്ട്, വിച്ച് മീൻസ് പൈത്തൺ നമുക്ക് പ്രോപ്പർലി ഇൻസ്റ്റാൾഡ് ആണെന്ന് അർത്ഥം. രണ്ടാമത്തേത് പിപ്പ് പാക്കേജ് ഇൻസ്റ്റാൾഡ് ആണോ എന്ന് അറിയണം. അതിന് പിപ്പ് സ്പേസ് -- വേർഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്ന കമാൻഡ്. സോ ഇവിടെ നമുക്ക് അതിൻ്റെ വേർഷനും കിട്ടി, വിച്ച് മീൻസ് നമുക്ക് ഇത് രണ്ടും പ്രോപ്പർലി ഇൻസ്റ്റാൾഡ് ആണെന്ന് അർത്ഥം. ഇനി ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ജാങ്കോ വെബ്സൈറ്റ്, ഫസ്റ്റ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ക്വിക്ക് ഗൈഡാണ് ഇപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതെന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റ്, ജാങ്കോയുടെ ബേസിക് ആയിട്ടുള്ള ഫോൾഡേഴ്സ് ആൻഡ് ഫയൽസ് വരുന്ന ഒരു പ്രൊജക്റ്റ് സ്ട്രക്ചർ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഡെവലപ്മെൻറ്റ് സെർവർ റൺ ചെയ്യുക എന്നുള്ളതാണ്. റൺ ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണണം. നാലാമത്തത് നമുക്ക് ഫസ്റ്റ് വെബ്സൈറ്റ്, ബൈ ഡീഫോൾട്ട് ജാങ്കോയുടെ ഒരു പേജൊക്കെ വരുന്ന രീതിയിൽ നമുക്കൊരു ഫസ്റ്റ് വെബ്സൈറ്റ് കാണാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നതെന്ന് പറയുന്നത്. സോ എന്താണ് ജാങ്കോ? ജാങ്കോ എന്ന് പറയുന്നത് ഒരു പൈത്തണിൻ്റെ വെബ് ഡെവലപ്മെൻറ്റ് ഫ്രെയിംവർക്കാണ്. പൈത്തൺ നമുക്ക് ബേസിക്കലി ഇപ്പോൾ ഡാറ്റ അനലിറ്റിക്സിലും മറ്റുമൊക്കെ വരുമ്പോൾ ഫ്രെയിംവർക്ക്സ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് പൈത്തൺ മാത്രം യൂസ് ചെയ്ത് നമുക്ക് പല ആപ്ലിക്കേഷൻസും ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് അവിടെ നമ്മുടെ വർക്ക് കുറച്ചും കൂടെ എളുപ്പമാക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഫ്രെയിംവർക്ക്സ് യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പൈത്തണിൻ്റെ മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ളൊരു ഫ്രെയിംവർക്കാണ് ജാങ്കോ എന്ന് പറയുന്നത്. ജാങ്കോയുടെ ഒരു പ്രത്യേകത വരുന്നതെന്ന് പറയുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ നോർമലി ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുന്ന കുറേ ഫീച്ചേഴ്സ് ബിൽറ്റ് ഇൻ ആയിട്ട് അവൈലബിൾ ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വെർച്വൽ എൻവയൺമെൻറ്റ്. എന്താണ് വെർച്വൽ എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈത്തണിൻ്റെ സെപ്പറേറ്റ് വർക്ക് സ്പേസിനെയാണ് നമ്മൾ വെർച്വൽ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്ത്, ഇപ്പോൾ പൈത്തണൊക്കെ നിങ്ങൾ മുന്നേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ഒരു എൻറ്റയർ സിസ്റ്റത്തിലേക്കാണ് നമ്മൾ എന്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, പൈത്തൺ കംപ്ലീറ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തെടുക്കുന്നതെന്ന് പറയുന്നത്.
ആ ഒരു സെയിം പ്രൊസീജിയർ നമുക്ക് ജാങ്കോയിൽ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കില്ല. മേ ബി ജാങ്കോയുടെ ഡിഫറെൻറ്റ് പ്രൊജക്ട്സ് ജാങ്കോയുടെ ഡിഫറെൻറ്റ് വേർഷൻസ് ആയിരിക്കാം സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്ത വേർഷൻ്റെ ഇൻകോമ്പാക്റ്റബിലിറ്റീസ് മേ ബി പ്രൊജക്റ്റിനെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രൊജക്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ പ്രൊജക്റ്റിനും നമ്മൾ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ഈ ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിന് മാത്രമായിട്ടുള്ള ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു കമാൻഡ് എന്ന് പറയുന്നത് പൈത്തൺ സ്പേസ് -m സ്പേസ് VENV. ഇത്രയും കമാൻഡിൻ്റെ ഭാഗമാണ്. ഈ ഒരു കമാൻഡ് അതുപോലെ തന്നെ വേണം ടൈപ്പ് ചെയ്യാൻ. അത് കഴിഞ്ഞ് കൊടുക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ വെർച്വൽ എൻവയോൺമെൻറ്റിൻ്റെ പേരാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ENV1 എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിത് കൊടുത്തു കഴിയുമ്പോഴത്തേനും കുറച്ച് സമയം എടുക്കും അത് ക്രിയേറ്റായി വരാൻ. അത് ക്രിയേറ്റായി വന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു കഴ്സർ ഇവിടെ നിന്ന് മാറി ഇതുപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ആവും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ വേറെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മേ ബി എൻവയോൺമെൻറ്റ് പ്രോപ്പർലി ഇനിഷ്യലൈസ് ആവാതെ വരികയും പിന്നീട് നമ്മൾ പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. സോ അത് പ്രോപ്പർലി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഈ എൻവയോൺമെൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ആയി കഴിയുമ്പോഴത്തേനും നമ്മളുടെ പ്രൊജക്റ്റ് ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോൾഡറിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിവിടെ ആയിട്ട് ഒരു എൻവയോൺമെൻറ്റിൻ്റെ ഫോൾഡർ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. മേ ബി നമുക്ക് അതിനകത്ത് കോഡൊന്നും ചെയ്യാനില്ല. നമ്മൾ ബേസിക്കലി അതിൻ്റെ അകത്തേക്കാണ് നമുക്ക് വേണ്ട ഡിപ്പെൻഡൻസീസ് ജാങ്കോ ആയിക്കോട്ടെ മേ ബി റിലേറ്റഡ് പാക്കേജസ് ആയിക്കോട്ടെ അതെല്ലാം നമ്മൾ അതിൻ്റെ അകത്തേക്കായിരിക്കും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ കേസിൻ്റെ അകത്ത് ഇപ്പോഴത്തെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് പ്രകാരം നമ്മളൊരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അത് ആക്ടിവേറ്റും കൂടി ആയിരിക്കും. ആക്ടിവേറ്റ് ചെയ്യാനുള്ള കമാൻഡ് ആക്ച്വലി ഇതാണ്. എൻവയോൺമെൻറ്റിൻ്റെ പേര് /scripts/activate എന്ന് പറയുന്ന കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓട്ടോമാറ്റിക്കലി അത് ആക്ടിവേറ്റ് ആയി വന്നിട്ടുണ്ട്. ആക്ടിവേറ്റ് ആയതിൻ്റെ അർത്ഥമാണ് ഈ ലെഫ്റ്റ് സൈഡിൽ അത് കാണുന്നതെന്ന് പറയുന്നത്. സോ വെർച്വൽ എൻവയോൺമെൻറ്റ് നമുക്ക് ആക്ടിവേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യുക. ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറയുന്നത് pip install ജാങ്കോ ആണ്. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നെറ്റ് പ്രോപ്പർലി കണക്റ്റഡ് ആണ് എന്ന് എൻഷുർ ചെയ്തതിന് ശേഷം വേണം നമ്മളിത് കൊടുക്കാനായിട്ടെന്ന് പറയും. എൻ്റർ അടിച്ച് കഴിയുമ്പോഴത്തേനും അത് ഇൻസ്റ്റാൾ ആയിക്കോളും. മേ ബി കുറച്ച് ടൈം എടുക്കാം. നമുക്കത് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേനും നമുക്ക് എന്താ ഈ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്ത കമാൻഡ് അതിനകത്ത് പിപ്പ് എന്താണെന്ന് നോക്കാം. പിപ്പ് എന്ന് പറയുന്നത് ഒരു പൈത്തണിൻ്റെ പാക്കേജ് മാനേജറാണ്. പൈത്തൺ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പാക്കേജ് മാനേജറാണ് പിപ്പ് എന്ന് പറയുന്നത്. ആ പിപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ പാക്കേജസ് അതായത് പൈത്തണായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന മറ്റ് പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. ആ പാക്കേജസ് അപ്ഡേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി പിപ്പ് പാക്കേജ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ ഇവിടെ ജാങ്കോ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് പ്രോപ്പർലി നമുക്ക് ഇൻസ്റ്റാൾഡ് ആയി സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്നൊരു മെസ്സേജ് വരും. ഇവിടെ നമുക്ക് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. വിച്ച് മീൻസ് ജാങ്കോ പ്രോപ്പർലി ഇൻസ്റ്റാൾഡ് ആയി. ഇനി എന്നിരുന്നാലും നമുക്ക് അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഒന്ന് വെരിഫൈ ചെയ്യണം. അതായത് പ്രോപ്പർലി ഇൻസ്റ്റാൾഡ് ആയോ എന്ന് നമുക്കായിട്ടൊന്ന് വെരിഫൈ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കമാൻഡാണ് ജാങ്കോ -admin സ്പേസ് -version. ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജാങ്കോയുടെ വേർഷൻ കാണാനായിട്ട് സാധിക്കും. ഇത് ലേറ്റസ്റ്റ് വേർഷൻ. ഈ ജാങ്കോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഏതാണോ അതായിരിക്കും ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവുക. സോ ലേറ്റസ്റ്റ് വേർഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നെക്സ്റ്റ് നമുക്ക് എന്താണ് ജാങ്കോ അഡ്മിൻ. ഇപ്പം നമ്മൾ യൂസ് ചെയ്തു ജാങ്കോ അഡ്മിൻ എന്ന് പറയുന്നത് ജാങ്കോ
ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ടൂളാണ് ജാങ്കോ ഹൈഫൺ അഡ്മിൻ എന്ന് പറയുന്നത്. നമുക്ക് പുതിയ പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇനിഷ്യലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ജാങ്കോയുടെ വേർഷൻ ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ടൂളാണ് ജാങ്കോ ഹൈഫൺ അഡ്മിൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ജാങ്കോയിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ജാങ്കോ ഹൈഫൺ അഡ്മിൻ സ്പേസ് സ്റ്റാർട്ട് പ്രൊജക്റ്റിൻ്റെ നെയിം. ഇപ്പം നമ്മൾ എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു പ്രൊജക്റ്റിൻ്റെ പേര് കൊടുക്കുക. ഞാനിപ്പോൾ മ്യൂസിക് പ്ലേയിങ് ആപ്പ്, നമ്മളൊരു സ്പോട്ടിഫൈ ഇൻസ്പയർഡ് ആയിട്ടുള്ള മ്യൂസിക് പ്ലേയിങ് ആപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ മ്യൂസിക് പ്ലേയിങ് ആപ്പ് എന്ന് അതിൻ്റെ പേര് കൊടുത്തു. എൻ്റർ അടിക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് ഫോൾഡറിൻ്റെ ഉള്ളിലായിട്ട് മ്യൂസിക് പ്ലേയിങ് ആപ്പ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു manage.py ഫയലുണ്ട്. അതുപോലെ തന്നെ എഗെയിൻ ഒരു മ്യൂസിക് പ്ലേയിങ് ആപ്പ് ഉണ്ട്. ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കുറച്ച് ഫയൽസ് വരുന്നുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ആദ്യം തന്നെ മനസ്സിലാക്കണം എന്നില്ല. നമ്മൾ ഓരോ പ്രൊജക്ട്സ് ആയിട്ട് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിക്കോളും ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ മനസ്സിലാക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഫയൽസ് ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ manage.py ഫയൽ, അതായത് നമ്മുടെ പാരൻറ്റ് ഡയറക്ടറിയുടെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാരൻറ്റ് ഡയറക്ടറിയുടെ ഉള്ളിൽ manage.py ഫയലുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കമാൻഡ് ലൈൻ യൂട്ടിലിറ്റി ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് പ്രൊജക്റ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ, അതായത് പ്രൊജക്റ്റ് റൺ ചെയ്യാനും അതുപോലെ തന്നെ ഡാറ്റാബേസ് കണക്ഷനൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കമാൻഡ് ലൈൻ യൂട്ടിലിറ്റിയാണ് manage.py. സോ നമ്മൾ നെക്സ്റ്റ് ജസ്റ്റ് ജാങ്കോ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാൻ പോകണം. അപ്പോൾ നമുക്ക് manage.py ഫയൽ കിടക്കുന്ന ഫോൾഡർ ഏതാണോ ആ ഫോൾഡറിൽ നിന്ന് നമുക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിലെ പാത്ത് എന്ന് പറയുന്നത് മൈ പ്രൊജക്റ്റാണ്. മൈ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് manage.py ഇല്ല. സോ മ്യൂസിക് പ്ലേയിങ് ആപ്പിലാണ് നമുക്ക് manage.py ഉള്ളത്. സോ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഡയറക്ടറി ചേഞ്ച് ചെയ്യണം. അതിന് cd കമാൻഡ് യൂസ് ചെയ്യുക. cd സ്പേസ് നമ്മുടെ ഏതാണോ manage.py ഉള്ള ഫയൽ ഏതാണോ ഫോൾഡർ ഏതാണോ ആ ഒരു ഫോൾഡറിന് പേര് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടുത്തെ ഒരു പാത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ manage.py ഫയൽ വരെയുള്ള പാത്ത് ഇവിടെ ഉണ്ട്. സോ നമുക്ക് റൺ ചെയ്യാനുള്ള കമാൻഡ് യൂസ് ചെയ്യാം. പൈത്തൺ manage.py റൺ സെർവറാണ് നമ്മൾ റൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു വെബ് അഡ്രസ്സ് വരും. ഇത് കണ്ടോ, ഈ ഒരു വെബ് അഡ്രസ്സ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ദെൻ നമുക്ക് ഒരു വെബ് ബ്രൗസറിൽ ജസ്റ്റ് അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ജാങ്കോയുടെ ബൈ ഡീഫോൾട്ട് ആയിട്ടുള്ള ഹോം പേജ് എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ച് നമ്മൾ കോഡൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ നമുക്കൊരു വെബ്സൈറ്റ് ലോക്കലി നമ്മുടെ സിസ്റ്റത്തിൽ ഓപ്പണായി വന്നു. അതാണ് ജാങ്കോയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് 2-3 കമാൻഡ്സ് മാത്രം യൂസ് ചെയ്ത് ഒരു ലൈൻ ഓഫ് കോഡ് പോലും എഴുതാതെ ജസ്റ്റ് നമുക്കൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് വേണ്ട അഡീഷണൽ കാര്യങ്ങളാണ് നമ്മൾ പിന്നീട് ചെയ്യുക. അതായത് നമുക്ക് ഈ ഒരു ഹോം പേജ് പോരാ, നമുക്ക് മ്യൂസിക് പ്ലേയിങ് ആപ്പാണ്. സോ ആ രീതിയിൽ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാനാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ജാങ്കോ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ജാങ്കോ പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു എൻ്റയർ വെബ്സൈറ്റിനോ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷനോ പറയുന്നതാണ് ഒരു ജാങ്കോ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് മേ ബി പല മൊഡ്യൂൾസ് ഉണ്ടാവാം. ഇപ്പോൾ നമ്മുടെ ഒരു മ്യൂസിക് പ്ലേയിങ് വെബ്സൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മ്യൂസിക് സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ട് ഒരു മേ ബി ഒരു മൊഡ്യൂൾ ഉണ്ടാവാം. അതുപോലെ പേയ്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൊഡ്യൂൾ ഉണ്ടാവാം. അഡ്മിൻ പാനൽ, അതായത് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അഡ്മിൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റേതായ ഒരു പാനൽ ഉണ്ടായിരിക്കും. ദെൻ സോങ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന മൊഡ്യൂൾ ഉണ്ടാവാം, യൂസേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മൊഡ്യൂൾസ് ഉണ്ടാവും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു കമ്പൈൻഡ് കളക്ഷനാണ് നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് ജാങ്കോ പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. സോ നമ്മൾ എല്ലാ കോഡും കൂടെ ഈ ജാങ്കോ പ്രൊജക്റ്റിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോഡിങ് ഭയങ്കര മെസ്സി ആയിട്ട് തോന്നാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. സോ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാവും. മേ ബി എറർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ ഡീബഗ് ചെയ്യാനും ഫുള്ള് വായിച്ച് നോക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ജാങ്കോ പ്രൊജക്ട്സിനെ മൾട്ടിപ്പിൾ ആപ്സ് ആയിട്ട്
ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതായത് നമ്മൾ എല്ലാം കൂടെ ഒറ്റ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഫോൾഡറിൻ്റെ അകത്ത് ഇട്ട് കോഡ് കൂടുതൽ ബുദ്ധിമുട്ടാക്കാതെ നമ്മൾ ഓരോന്നും മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോരോ ആപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഒരു സ്പോട്ടിഫൈ പോലുള്ള ഒരു മ്യൂസിക് ഹബ് അല്ലെങ്കിൽ മ്യൂസിക് വെബ്സൈറ്റ് ആവുന്ന സമയത്ത് അതിൻ്റെ അകത്ത് മെയിൻലി വരുന്നതെന്ന് പറയുന്നത് മ്യൂസിക് ആപ്പ്, അതായത് നമുക്ക് മ്യൂസിക്സ് ആഡ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, അതുപോലെ ഒരു യൂസർ ആപ്പ് യൂസേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ, പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അത് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് പ്ലേലിസ്റ്റ് ആപ്പ് വരാം, പേയ്മെൻറ്റ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻസും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ആപ്പ് വരുന്നുണ്ട്, പിന്നെ അനലിറ്റിക്സ് ആപ്പ്, അങ്ങനെ വരാം. അത് നമുക്ക് മൾട്ടിപ്പിൾ ഫങ്ഷനാലിറ്റീസ് മൾട്ടിപ്പിളായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് പ്രോപ്പർ സ്ട്രക്ചറിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ അകത്ത് നമുക്കൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യും. സോ ഞാനിവിടെ റണ്ണിങ്ങിലായിരുന്നു നമ്മുടെ പ്രൊജക്റ്റ്. നമ്മൾ ലാസ്റ്റ് പറയുന്ന സമയത്ത് നമ്മൾ പ്രൊജക്റ്റ് റൺ ചെയ്ത് കാണുമായിരുന്നു. സോ അവിടെ പ്രൊജക്റ്റ് റണ്ണിങ്ങിലാണ്, കമാൻഡ് പ്രോംപ്റ്റും നിലവിൽ റണ്ണിങ്ങിലാണ്. സോ അത് നമ്മൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യണം. Ctrl+C അടിച്ച് കഴിഞ്ഞ് അത് സ്റ്റോപ്പായി കിട്ടും. ഈ ടെർമിനലിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക, Ctrl+C അടിച്ച് കഴിഞ്ഞ് അത് സ്റ്റോപ്പായി കിട്ടും. അത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം വേണം നെക്സ്റ്റ് കമാൻഡ് കൊടുക്കാനായിട്ടെന്ന് പറയാം. സോ നമുക്ക് നെക്സ്റ്റ് സോങ്സിൻ്റെ ഫങ്ഷനാലിറ്റീസും കാര്യങ്ങൾക്കുമായിട്ട് നമുക്ക് ബേസിക്കായിട്ട് വേണ്ട ഒരു ആപ്പ്, ഈ ഒരു പ്രൊജക്റ്റിൽ ആവശ്യമുള്ള ഒരു ആപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് പൈത്തൺ -manage.py /data. ആപ്പിൻ്റെ നെയിം എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആപ്പ്, അതിൻ്റെ പേര് കൊടുക്കാം. ഞാൻ മ്യൂസിക്കിന് കൊടുത്തു, എൻ്ററടിക്കുക. ഇപ്പോൾ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് ഡയറക്ടറി, അതായത് പാരൻ്റ് ഡയറക്ടറിയുടെ ഉള്ളിൽ നമുക്ക് ഓൾറെഡി ആ സെയിം പേരിൽ തന്നെ ഒരു പ്രൊജക്റ്റ് ഫയലും കൂടി ഉണ്ടായിരുന്നു. അഡീഷണലി നമുക്ക് മ്യൂസിക് എന്ന പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് ഉണ്ട്. അതിൻ്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ പയ്യെ കോഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ മെയിനായിട്ട് വരുന്ന ഫോൾഡേഴ്സ് എന്തൊക്കെയാണ്, ഫയൽസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്തൊരു admin.py ഫയലുണ്ട്. അത് ബൈ ഡീഫോൾട്ട് ജാങ്കോയ്ക്ക് ഒരു അഡ്മിൻ പാനലുണ്ട്. അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് admin.py ഫയൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് models.py ഫയലാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാം എംറ്റി ആണ്, എന്നിരുന്നാലും നമ്മൾ പിന്നെ കോഡായിട്ട് ചെയ്തു വരും. models.py ഡാറ്റാബേസിലേക്ക് റിലേറ്റ് ചെയ്യുന്ന കോഡുകൾ, ടേബിൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന കോഡുകളാണ്. views.py ആണ് നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത്. അത് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ലോജിക്സ്, ബാക്ക് എൻഡ് ലോജിക്സ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫയലാണ് അതെന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ അകത്തൊരു മൈഗ്രേഷൻസ് ഫോൾഡർ ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ ഡാറ്റാബേസിലേക്ക് വരുത്തുന്ന ചേഞ്ചസ് ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോൾഡറാണ്. സോ നമ്മളൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോഴും നമ്മളൊരു ആപ്പ്, മ്യൂസിക് എന്ന് പറയുന്ന ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തു. ആക്ച്വലി ഇതിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഉള്ളിൽ വരുന്ന ഈ ഒരു ഫോൾഡറിന് ആക്ച്വലി ഇങ്ങനൊരു ആപ്പ് എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം അറിയില്ല. സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മളൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ട്, അതും പ്രൊജക്റ്റും തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ആ ഫോൾഡറിൽ settings.py എന്ന് പറയുന്നൊരു ഫയലുണ്ട്. അത് ആക്ച്വലി ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം എൻ്റയർ സെറ്റപ്പാണ് settings.py ഫയലിൽ വരിക. ഡാറ്റാബേസ്, ടെംപ്ലേറ്റ്സ്, അങ്ങനെ വരുന്ന എല്ലാ സെറ്റിങ്സും വരുന്ന ഒരു ഫോൾഡറാണ് അതെന്ന് പറയുന്നത്. സോ ഞാൻ അതിൻ്റെ അകത്തേക്ക് രജിസ്റ്റർ ചെയ്യാൻ പോകണം. നമ്മുടെ ആപ്പിനെ രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ടാവും. ആ വേരിയബിൾ കണ്ടുപിടിക്കുക. ആ വേരിയബിളിൽ ഏറ്റവും താഴെയായിട്ട് നമ്മുടെ ആപ്പിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. മ്യൂസിക് എന്നാണ് നമ്മുടെ ആപ്പ്. പിന്നെ അത് കഴിഞ്ഞൊരു കോമയും കൂടി കൊടുക്കുന്നുണ്ട്. ലിസ്റ്റ് ഐറ്റംസ് ആയതുകൊണ്ട് മേ ബി നെക്സ്റ്റ് എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനത് മറന്നു പോയി കഴിഞ്ഞാൽ അതൊരു എററായിട്ട് റേസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടിട്ട് നമുക്കൊരു കോമയും കൂടി ഇട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. സോ നമ്മൾ ആപ്പ് ക്രിയേറ്റ് ചെയ്തു. അത് settings.pyയിൽ നമ്മൾ ആപ്പിനെ രജിസ്റ്ററും ചെയ്തു കൊടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇപ്പോൾ സംഭവിച്ചതെന്ന് പറയുന്നത് പ്രൊജക്റ്റും ആപ്പും തമ്മിൽ കണക്റ്റ് ആയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മളിപ്പോൾ പ്രൊജക്റ്റും ആപ്പും സ്ട്രക്ചർ മാത്രമാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്.
നെക്സ്റ്റ് നമ്മളെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് സോങ്സ് കാര്യങ്ങളൊക്കെയാണോ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറയും. ആ സോങ്സ് നമുക്ക് പ്രോപ്പർലി സേവ് ചെയ്യുകയും ആക്സസ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡാറ്റാബേസ് ടേബിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്. നമ്മൾക്ക് നെക്സ്റ്റ് വേണ്ടത് നമുക്കൊരു ടേബിളാണ് വേണ്ടത്. നമ്മുടെ സോങ്സ് ആഡ് ചെയ്ത് വെക്കാൻ, സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടേബിൾ, ഡാറ്റാബേസിലൊരു ടേബിളാണ് വേണ്ടതെന്ന് പറയുന്നത്. സോ നമ്മളത് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നതെന്ന് പറയുന്നത്. സോ അതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ SQLite3 എന്ന് പറയുന്ന ഡാറ്റാബേസ്, ജാങ്കോയുടെ ഡീഫോൾട്ട് ഡാറ്റാബേസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ സെറ്റിങ്സ്.py നമുക്കൊരു ഡാറ്റാബേസ് വേരിയബിൾ ഉണ്ട്. ആ ഒരു വേരിയബിളിൻ്റെ വാല്യൂസിലൊന്നും ചേഞ്ച് ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡീഫോൾട്ട് തന്നെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളിത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡ് കൊടുക്കുന്നത് നമ്മുടെ ക്രിയേറ്റ് ചെയ്ത ആപ്പിൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത മ്യൂസിക് ആപ്പിൽ models.py എന്ന് പറയുന്ന ഫയലിനകത്താണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ എന്താണ് മോഡൽസ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജാങ്കോയിൽ യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് കോഡ് ആണ് models.py നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുന്നത്. സോ നമുക്കിപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടേബിളിൻ്റെ പേരിൽ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ക്ലാസ് പ്രൊഡക്റ്റ് മോഡൽ എന്ന് കൊടുത്താൽ, വിച്ച് മീൻസ് നമ്മുടെ ടേബിളിൻ്റെ പേരെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് മോഡലായിരിക്കും. അത് models.modelനെ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടാവണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന കോഡിന് ഈക്വലൻ്റ് ആയിട്ട് നമ്മുടെ ഡാറ്റാബേസിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ആയി വരണം. അപ്പോൾ ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ models.model എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിലായിരിക്കും. ദെൻ നമുക്ക് ഏതൊക്കെയാണോ കോളം നെയിംസ് വേണ്ടത് ആ കോളം നെയിംസ് നമുക്ക് എന്തായിട്ട് കൊടുക്കാം, ഇവിടെ വേരിയബിൾസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ വാല്യൂസ് ആയിട്ട് അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണോ ആ ഡാറ്റ ടൈപ്പ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ നെയിം ക്യാരക്ടർ ഫീൽഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മാക്സിമം ലെങ്ത് 255, വിച്ച് മീൻസ് 255 ആണ് അതിൻ്റെ മാക്സിമം ക്യാരക്ടർ ലെങ്ത് വരാൻ പാടുള്ളൂ. 255നെ എക്സീഡ് ചെയ്യാൻ പാടില്ല. ദെൻ രണ്ടാമത്തത് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഡെസിമൽ ഫീൽഡാണ്. അതെന്ന് പറയുന്നത് പോയിൻ്റോട് കൂടി വരുന്ന നമ്പേഴ്സ് ആയിരിക്കും. മാക്സിമം ഡിജിറ്റ്സും ഡെസിമൽ പ്ലേസസും അതിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഡിസ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഫീൽഡായിട്ട് കൊടുക്കാവുന്നതാണ്. ഡേറ്റ് ടൈം ഫീൽഡ്, അങ്ങനെ പല ഡാറ്റ ടൈപ്പും വരുന്നുണ്ട്. സിമിലർലി നമുക്കും എന്ത് വേണം, നമുക്കും ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഒരു ടേബിളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് വരുന്നതെന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മൾ ജാങ്കോയിൽ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ടേബിളിനും ID അത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്തോളും. സോ നമുക്ക് ID ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഒരു സിമ്പിൾ ടേബിളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. സോ അതിനകത്തേക്ക് എന്തൊക്കെയാണ് എനിക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ടൈറ്റിൽ വേണം, ആർട്ടിസ്റ്റ് വേണം, ജോണർ വേണം, ദെൻ ഇമേജ് വേണം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. സോ ഞാൻ എന്ത് ചെയ്യണം, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടേബിള് എവിടെ ക്രിയേറ്റ് ചെയ്യണം, models.py നമ്മൾ ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കോഡ് കൊടുക്കുകയാണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. സോ നമ്മൾ models.py ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പം ഞാൻ ക്ലാസ് കീവേഡ് കൊടുത്തു. നമ്മുടെ ടേബിളിൻ്റെ പേരായിട്ട് ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോങ് ആണ്. സോ സോങ് എന്ന് കൊടുത്തു. ദെൻ അതിനകത്തേക്ക് models.modelനെ ഇൻഹെറിറ്റ് ചെയ്യണം. ഇതിലേക്ക് കേസ് സെൻസിറ്റീവായിട്ട് തന്നെ ഇതൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ എറർ റൈസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അത് കൊടുത്തു. എനിക്ക് വേണ്ടതെന്ന് പറയുന്നത്, എനിക്ക് ടൈറ്റിൽ വേണം, ദെൻ എനിക്ക് ആർട്ടിസ്റ്റ് വേണം, പിന്നെ എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് ജോണർ. നമ്മൾ ഓൾറെഡി ടേബിൾ കാണിച്ചായിരുന്നു, ജോണർ വേണം. ദെൻ വേണ്ടതെന്ന് പറയുന്നത് ഇമേജ് വേണം. ഇത്രയും ഫീൽഡുകളാണ് എനിക്കിവിടെ ആവശ്യം എന്ന് പറയുന്നത്. സോ എല്ലാത്തിനും നമുക്ക് ഏതൊക്കെയാണോ ഡാറ്റ ടൈപ്പ് ആ ഡാറ്റ ടൈപ്പും കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യത്തെ രണ്ട് ഫീൽഡും നമ്മൾ models.char ഫീൽഡായിട്ടാണ് സെറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിൻ്റെ മാക്സിമം ലെങ്ത്ത് നമുക്ക് എത്രയാണോ ഒരു സോങ്ങിൻ്റെ മാക്സിമം ലെങ്ത്ത് വരുന്നത് അത് മാക്സ് ലെങ്ത് ആട്രിബ്യൂട്ടായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ 100 കൊടുത്തു. സെയിം തന്നെയാണ് ആർട്ടിസ്റ്റിനും ഞാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ജോണറിനും ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. സോ അത് തന്നെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇമേജിന് നമ്മളൊരു URL ഫീൽഡാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. നമുക്ക് ഇമേജിൻ്റെ
ഓൾറെഡി നമുക്കൊരു സോങ്ങിൻ്റെ ഇമേജ് നെറ്റിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് എന്താണോ ആ ലിങ്ക് കൊടുത്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് URL ഫീൽഡ് യൂസ് ചെയ്യുന്നത്. കൊടുത്തു. ദെൻ നമ്മളൊരു defstr ഫംഗ്ഷൻ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്ന ഒരു മാജിക് മെത്തേഡാണ്. നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് defstr മെത്തേഡ് എന്ന് പറയുന്നത്. സോ അത് കൊടുത്തു. അതിൻ്റെ അകത്തേക്ക് ഞാൻ റിട്ടേൺ self.title കൊടുക്കാം നമുക്ക്. സോ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ പേരായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതെന്ന് പറയുന്ന ടൈറ്റിൽ എന്താണോ അതായിരിക്കും നമുക്ക് ഒബ്ജക്റ്റിൻ്റെ പേരായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അതിന് വേണ്ടിയിട്ടാണ് defstr ഫംഗ്ഷൻ കൂടെ നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. സോ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് 2 കമാൻഡ് നമുക്ക് റൺ ചെയ്യണം. അത് ഒന്നെന്ന് പറയുന്നത് നമ്മൾ എന്താണോ ഡാറ്റാബേസിലേക്ക് ചെയ്യാൻ പോകുന്നത് ആ ഒരു ചേഞ്ച് നമുക്ക് ലോഗ് ചെയ്ത് വെക്കണം. നമ്മുടെ പ്രൊജക്റ്റിൽ ലോഗ് ചെയ്ത് വെക്കണം. ആ ലോഗ് ചെയ്യാൻ വേണ്ടി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മേക്ക് മൈഗ്രേഷൻസ് എന്ന് പറയുന്ന കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് മൈഗ്രേറ്റ് കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. മൈഗ്രേറ്റ് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ചേഞ്ച് നമ്മുടെ ആക്ച്വൽ ഡാറ്റാബേസ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റാബേസ് ഏതാണോ ആ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ മൈഗ്രേറ്റ് കമാൻഡ് എന്ന് പറയുന്നത്. അത് അതേ ഓർഡറിൽ തന്നെ നമ്മൾ കൊടുക്കണം. ഫസ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് python manage.py make migrations. ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ആക്ച്വലി മൈഗ്രേഷൻസ് ഫോൾഡറിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫയൽ ജനറേറ്റ് ആയി വരും. ആ ജനറേറ്റ് ചെയ്യുന്ന ഫയലിൽ നമ്മൾ എന്തൊക്കെയാണോ ഡാറ്റാബേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന ചേഞ്ചസ് എന്നുള്ളതായിരിക്കും വരുന്നുണ്ടാവുക. ഇപ്പം നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് എ മോഡൽ സോങ് ആൻഡ് മൈഗ്രേഷൻസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കാണിക്കുന്നുണ്ട്. ആ ഒരു ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്താണോ ഡാറ്റാബേസിലേക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് മൈഗ്രേറ്റ് കമാൻഡാണ്. അത് ഡാറ്റാബേസിലേക്ക് ഈ ഒരു ചേഞ്ച് റിഫ്ലക്റ്റ് ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ബൈ ഡിഫോൾട്ട് ജാങ്കോയ്ക്ക് കുറച്ച് ടേബിൾസ് ക്രിയേറ്റ് ആയി വരും. ആ ടേബിൾസിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ ഏതാണോ ആ ഒരു മൈഗ്രേഷൻ കൂടെ നമുക്ക് ടേബിളിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ ഡാറ്റാബേസിലേക്ക് അപ്ലൈ ആയിട്ടുണ്ടാകും. വിച്ച് മീൻസ് നമുക്ക് ഇപ്പോൾ സേവ് ചെയ്യാനായിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മളൊരു സോങ് സേവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്തേക്ക് എന്തൊക്കെ ഫീൽഡുകളാണോ ആവശ്യം, എന്തൊക്കെ ഡാറ്റയാണ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീൽഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ മൈഗ്രേഷൻ ജനറേറ്റ് ചെയ്തു, ഡാറ്റാബേസിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത മോഡലിൽ നമ്മൾ ചെറിയതായിട്ട് 2 ചേഞ്ചസ് ആഡ് ചെയ്യണം. ഒന്ന് ഇമേജ് ഫീൽഡ് ഓൾറെഡി ഉണ്ടായിരുന്നു, അതിൻ്റെ ഇമേജ് ഫീൽഡ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിലേക്ക് അതിനെ ചേഞ്ച് ചെയ്തു. ആൻഡ് ഓഡിയോ ഫീൽഡ് നമുക്ക് പ്ലേ ചെയ്യാനായിട്ടുള്ള ഓഡിയോ ഫയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫയൽ ഫീൽഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് രണ്ടിനും ഒരു ആൽബംസ് നമുക്ക് അപ്ലോഡ് ടു എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് അവിടെ അത്യാവശ്യമുണ്ട്. അത് നമുക്ക് ഏതാണോ ഫോൾഡർ നെയിം വേണ്ടത് ആ ഫോൾഡർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡറിലേക്ക് അത് സേവ് ആയിക്കോളും. ഇൻ അഡീഷൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബേസ് ഡയറക്ടറിയുടെ ഉള്ളിൽ മീഡിയ എന്ന പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബേസ് ഡയറക്ടറി ഏതാണോ അതിൻ്റെ ഉള്ളിലായിട്ട് മീഡിയ എന്ന പേരിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു മീഡിയ ഫോൾഡറിനെ നമ്മുടെ പ്രൊജക്റ്റുമായിട്ട് കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം settings.py ഫയലിൽ ഈ ഒരു 2 ലൈൻ ഓഫ് കോഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റായിട്ട് കൊടുത്താൽ മതി. മീഡിയ URLും അതുപോലെ തന്നെ മീഡിയ റൂട്ടുമാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ കൊടുക്കാവുന്നതാണ്. നമ്മൾ ബേസ് ഡയറക്ടറിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ പാത്ത് കാര്യങ്ങളാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. അത് അതുപോലെ തന്നെ ആയിട്ട് കൊടുക്കുക. ദെൻ അഡീഷണലി പ്രൊജക്റ്റിൻ്റെ URLസിൻ്റെ അകത്ത് നമുക്ക് ചെറിയൊരു കോഡും കൂടി വരുന്നുണ്ട്. അതും കൂടി കൊടുത്താലാണ് പ്രോപ്പർലി നമുക്ക് മീഡിയ ഫയൽസ് ലോഡായി കിട്ടുള്ളൂ. അതർവൈസ് മീഡിയ ഫയൽസ് മേ ബി ലോഡാവാതിരിക്കാം. സോ
ഈ രണ്ട് മൊഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. അത് ഓൾറെഡി പ്രൊജക്റ്റിൻ്റെ URLസിൽ നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ URLസിൽ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു രണ്ട് ലൈൻ ഓഫ് കോഡും അതുപോലെ തന്നെ ഈ ലാസ്റ്റ് കിടക്കുന്ന ഒരു ലൈൻ ഓഫ് കോഡും കൂടെ നിങ്ങൾ നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിൻ്റെ urls.py ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് മേക്ക് മൈഗ്രേഷൻസ് മൈഗ്രേറ്റർ റൺ ചെയ്യണം. ബിഫോർ ദാറ്റ് നമുക്കൊരു പാക്കേജ് ആവശ്യമുണ്ട്. അതായത് നമ്മൾ models.py ഫയലിൻ്റെ അകത്ത് നമ്മളൊരു ഇമേജ് ഫീൽഡ് ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിനൊരു പില്ലോ പാക്കേജ് ആവശ്യമുണ്ട്. സോ നമ്മൾ ആദ്യമേ പിപ്പ് ഇൻസ്റ്റോൾ പില്ലോ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റോൾഡ് ആണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. ഇൻസ്റ്റോൾ ചെയ്യുന്നില്ല. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓൾറെഡി ഇൻസ്റ്റോൾഡ് എന്നായിരിക്കും കാണിക്കുന്നത്. സോ ഞാൻ രണ്ടാമത് ഇൻസ്റ്റോൾ ചെയ്യുന്നില്ല. സോ പിപ്പ് ഇൻസ്റ്റോൾ പില്ലോ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു എൻവയോൺമെൻറ്റിലേക്ക് പില്ലോ പാക്കേജ് ഇൻസ്റ്റോൾ ആയിക്കോളും. വിച്ച് മീൻസ് നമുക്ക് ഇമേജ് ഫീൽഡിൻ്റെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. സോ അത്രയും ചെയ്തതിന് ശേഷം നമുക്ക് അഡ്മിൻ പാനൽ ലോഗിൻ ചെയ്യുകയാണ് വേണ്ടതെന്ന് പറയുന്നത്. നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത് ജാങ്കോയുടെ ഡീഫോൾട്ട് അഡ്മിൻ പാനൽ ത്രൂ ആണ് ആഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ ഈ ഡീഫോൾട്ട് അഡ്മിൻ പാനലിലേക്ക് ലോഗിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കതിന് ഒരു യൂസർ നെയിമും പാസ്വേഡും വേണം. ആ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു കമാൻഡാണ് python manage.py create super user. ഈ ഒരു കമാൻഡ് യൂസ് ചെയ്താൽ നമുക്കൊരു സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് യൂസർ നെയിം കൊടുക്കാം. ഞാൻ അഡ്മിൻ സോങ് എന്ന യൂസർ നെയിം കൊടുത്തു. ഒരു ഡമ്മി ഇമെയിൽ അഡ്രസ്സ് കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. വാലിഡേഷൻസ് ഒന്നുമില്ല, ഒരു ഡമ്മി കൊടുത്താൽ മതി. ദെൻ അത് കഴിഞ്ഞ് പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ഇവിടെ കഴ്സർ മൂവ് ആവില്ല, അതുപോലെ തന്നെ നമുക്കത് വ്യൂ ചെയ്യാനും പറ്റില്ല. സോ നമ്മൾ ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ദെൻ രണ്ടാമത് ഒന്നുകൂടെ ആ സെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അതിൻ്റെ വാലിഡേഷൻസ് പ്രകാരം മേ ബി ഇങ്ങനൊരു മെസ്സേജ് വരാം. നമുക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വൈ കൊടുക്കാം. അപ്പോൾ നമുക്കൊരു സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ആയി കിട്ടും. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി അഡ്മിൻ പാനലിൽ നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം റൺ സെർവർ കൊടുത്ത് പ്രൊജക്റ്റ് റൺ ചെയ്യാം. പ്രൊജക്റ്റ് റൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഇപ്പോൾ നമ്മളൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടിട്ടാണ് ഈ ഒരു ഇത് വരുന്നതെന്ന് പറയുന്നത്. സോ /admin കൊടുക്കുക. അത് എററല്ല, നമുക്ക് പിന്നീട് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേനും അത് കറക്റ്റ് ആയിക്കോളും. /admin എടുക്കുമ്പോഴത്തേനും നമുക്ക് അഡ്മിൻ ലോഗിൻ ചെയ്യാനുള്ള ഒരു ഇത് വരും. അഡ്മിൻ നമ്മളന്നേരം യൂസർ നെയിമും പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അഡ്മിൻ സോങ്ങെന്നും അതിൻ്റെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്തു. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അക്കൗണ്ട് ലോഗിൻ ആയി കിട്ടും. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇൻ അഡീഷൻ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സോങ് മോഡലിനെയും കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ സോങ് മോഡലിനെയും കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആപ്പിൻ്റെ ഉള്ളിൽ admin.py ഫയൽ എടുക്കുക. admin.py ഫയൽ എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് 2 ലൈൻ ഓഫ് കോഡ് ആവശ്യമുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ടേബിളിനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് from.models import ടേബിളിൻ്റെ നെയിം കൊടുക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സോങ് എന്ന് പറയുന്ന ടേബിളാണ്. ദെൻ നമ്മളതിനെ രജിസ്റ്റർ കൂടി ചെയ്ത് കൊടുക്കണം. admin.site.register song അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേബിളിലേക്ക് അത് രജിസ്റ്റർ ആയിട്ടുണ്ടാകും. ഇതിപ്പോൾ നമുക്ക് ഞാനൊന്ന് രണ്ടാമതൊന്നുകൂടെ റൺ ചെയ്യാണ്. റൺ ചെയ്തതിന് ശേഷം നമ്മുടെ ആ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ ആയിട്ട് സോങ്സ് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരിത് വന്നു. സോ നമുക്ക് ഇതിൻ്റെ അകത്തൊരു സോങ് ആഡ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു സോങ് ആഡ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഒരു സോങ്ങിൻ്റെ പേര് കൊടുക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇതിനകത്ത് നമ്മൾക്ക് ഫയൽ ചൂസ് ചെയ്യുക. അത് നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിടുക. നമുക്ക് ആവശ്യമുള്ള ഫയൽസ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഓപ്പൺ ഫയൽ ചൂസ് ചെയ്ത് വയ്ക്കുക, ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക, നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ പാട്ട് നമുക്ക് ആവശ്യമുള്ള പാട്ടുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതും നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക, സേവ് ചെയ്യുക.
സോ ഇങ്ങനെ നമുക്ക് ഒരു സോങ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ സോങ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അഡീഷണലി കുറച്ച് സോങ്സ് ഇപ്പോൾ നമ്മുടെ ആ ഒരു വെബ്സൈറ്റ് ഓപ്പണായി വരുമ്പോൾ കാണാൻ അതിനോട് ഒരു അട്രാക്റ്റീവ്നെസ് തോന്നുന്ന രീതിയിൽ കുറച്ച് സോങ്സ് നമുക്ക് ഇതിനകത്തേക്ക് നെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അത് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് പിന്നീട് അത് നമ്മൾ ഫ്രണ്ട് എൻഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സോങ്സ് നമുക്ക് വെബ്സൈറ്റിൽ വ്യൂ ചെയ്യാനായിട്ട് സാധിക്കണം, അതുകൊണ്ട് തന്നെ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മ്യൂസിക് ആപ്പിൽ views.py ഫയൽ എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ കോഡ് ആഡ് ചെയ്യുക. എന്ന് പറയുന്നത് ഒന്ന് മോഡൽസിൽ നിന്ന് നമ്മൾ സോങ്ങിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആ സോങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഡായതുകൊണ്ട്. ദെൻ അഡീഷണലി നമ്മൾ ഗെറ്റ് ഒബ്ജക്റ്റ് ഓർ 404 ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് റെൻഡർ ഇമ്പോർട്ട് ചെയ്തേക്കുന്ന സൈൻ മൊഡ്യൂളിൽ നിന്നാണ്. സോ വീണ്ടും അത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒറ്റതാണ് കൊടുത്താൽ മതി. റെൻഡർ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നതിന് കൂടെ തന്നെ കോമേറ്റ് ഗെറ്റ് ഒബ്ജക്റ്റ് ഓർ 404 കൂടി കൊടുക്കുക. എന്നിട്ട് ഞാൻ 2 ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഡാഷ്ബോർഡും സോങ് ഡീറ്റെയിലും. ഡാഷ്ബോർഡിൻ്റെ അകത്ത് ഞാൻ എല്ലാ സോങ്സും ഫെച്ച് ചെയ്തിട്ടുണ്ട്, അതായത് നമ്മുടെ ടേബിളിലുള്ള കംപ്ലീറ്റ് സോങ്സുമാണ് ഫെച്ച് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. എന്നിട്ട് അതിന് നമ്മൾ ഒരു HTML പേജിലേക്ക് പാസ് ചെയ്യിപ്പിച്ചേക്കുമാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. മ്യൂസിക് dashboard.html, മ്യൂസിക് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ dashboard.html പാസ് ചെയ്തിരിക്കുന്നത്. ഈ ഡാറ്റ, അതായത് നമുക്ക് ഗെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് ഡാറ്റ നമ്മളൊരു കീ വാല്യൂ പെയറായിട്ട്, ഒരു ഡിക്ഷണറി ആയിട്ട് നമ്മൾ ഫ്രണ്ട് എൻഡിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. സിമിലർ ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ അകത്തും ചെയ്തിരിക്കുന്നത്. ഓൺലി ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഒരു ID പാസ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണത്തിൻ്റെ മാത്രം ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാത്രം ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് PK പ്രൈമറി കീ സെറ്റ് ചെയ്ത് ഒരെണ്ണത്തിൻ്റെ മാത്രം ID യൂസ് ചെയ്തിട്ടാണ് ആ ഒരു സോങ്ങിൻ്റെ മാത്രം ഡീറ്റെയിൽസാണ് എടുക്കുന്നതെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ടു dashboard.html. ദെൻ നമുക്ക് urls.py നമുക്ക് ഈ പറഞ്ഞ ഫങ്ഷൻസിന് പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ മെയിൻ URL ആയിട്ടുള്ള ആ URL പേജിൻ്റെ അകത്ത് തന്നെയായിട്ട് നമ്മൾ ഒരു ഇത് ചെയ്യാനായിട്ടുള്ള ഇപ്പോൾ 2 പാത്ത് കൊടുത്തു. ഇപ്പോൾ പാത്ത് ആദ്യത്തേത് ഇവിടെ MT കോഡ്സ് കൊടുത്തിരിക്കുന്നത് അത് ഹോം പേജിൽ വരാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തേന് നമുക്കൊരു പാത്ത് വേണം, അതാണ് ഇവിടെ int PK എന്ന് കൊടുത്തിരിക്കുന്നത്. പ്രൈമറി കീ ആയതുകൊണ്ടാണ് ഇൻറ്റീജർ വാല്യൂ ആണെന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്തത്. വ്യൂസിൽ നിന്നാണ് നമ്മൾ ഡാഷ്ബോർഡിനെ കോൾ ചെയ്യുന്നതും വ്യൂസിൽ നിന്നാണ് സോങ് ഡീറ്റെയിലിനെ കോൾ ചെയ്യുന്നത്. ഇത് രണ്ടും നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫങ്ഷൻസിൻ്റെ പേരാണ്. സോ ഫങ്ഷൻസിൻ്റെ പേര് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ കേസ് സെൻസിറ്റീവ് ആയിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് അഡീഷണലി ഒരു എറർ വരുന്നുണ്ട്, വ്യൂസിൻ്റെ ആണ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ വ്യൂസ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രം മ്യൂസിക് എന്ന് പറയുന്ന ഫോൾഡറിലാണ് ഇരിക്കുന്നത്. ഇമ്പോർട്ട് നമ്മുടെ വ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എറർ പോകും. ദെൻ നമുക്ക് HTML പേജസ് ആണ് ഇനി ഈ ഒരു പ്രോജക്റ്റിലേക്ക് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്. HTML പേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമുക്കൊരു ഫോൾഡർ വേണം. അതായത് ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോൾഡർ കാര്യങ്ങൾ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബേസ് ഡയറക്ടറിയിൽ പോയി പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ സോങ്ങിൻ്റെ അകത്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പാത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് സോങ് എന്ന് പറയുന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അതർവൈസ് ഈ സോങ് എന്ന് പറയുന്ന പാത്ത് ഇവിടെ മ്യൂസിക് എന്ന് പറയുന്ന പാത്ത് ഇവിടെ കൊടുക്കാതിരിക്കും. സോ ടെംപ്ലേറ്റ്സിൽ ഞാൻ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്, മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ മ്യൂസിക്കിൻ്റെ ഉള്ളിലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് HTML പേജ് ഡയറക്റ്റ്ലി വരത്തില്ല. അതിന് വേണ്ടിയിട്ട് അഗെയിൻ നമുക്കൊരു സെറ്റിങ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ settings.py ഫയൽ എടുക്കുക. അതിൻ്റെ അകത്ത് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ടാകും. ആ വേരിയബിൾ ഫൈൻഡ് ചെയ്യുക. ആ ഒരു വേരിയബിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് DIRS എന്ന് പറയുന്നൊരു കീ ഉണ്ടാവും. അതൊരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിൻ്റെ അകത്തേക്ക് നമ്മുടെ പാത്ത് കൊടുക്കുക. ടെംപ്ലേറ്റ്സ് ഫോൾഡറിൻ്റെ പാത്ത് കൊടുക്കുക. ബേസ് ഡയറക്ടറി /templates. ബേസ് ഡയറക്ടറിയുടെ ഉള്ളിലാണ് നമ്മുടെ ടെംപ്ലേറ്റ്സ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആ ഒരു പാത്ത് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണക്റ്റായി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടതെന്ന് പറയുന്നത് 2 HTML ഫയൽസ് ആണ് വേണ്ടതെന്ന് പറയുന്നത്. ഒന്ന് dashboard.html രണ്ടാമത്തേതെന്ന് പറയുന്നത് മ്യൂസിക് details.html ആണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്. ഇവിടെ സോങ് ഡീറ്റെയിൽ dashboard.html സോങ് detail.html ആണ് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്. സോ അത് രണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമുക്കൊരു സോങ് ഡീറ്റെയിൽ
രണ്ടും ക്രിയേറ്റ് ചെയ്തു. use.py നമ്മളൊന്ന് പോയി രണ്ട് പേരുകളും സെയിം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. dashboard.html ആൻഡ് songdetail.html ഇത് രണ്ടുമാണ് ഉള്ളതെന്ന് പറയുന്നത്. HTML കോഡ് നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ ചെയ്യുന്നില്ല. നമ്മൾ AI ടൂൾസ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി അതിന് വേണ്ടിയിട്ട് ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എന്തൊക്കെയാണ് ആവശ്യം ആ ഒരു രീതിയിൽ ഞാനൊരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫയൽ നിങ്ങൾക്ക് ലിങ്കായിട്ട് വീഡിയോയുടെ താഴെ അവൈലബിൾ. HTML ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഡാഷ്ബോർഡ് HTML ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്രോംപ്റ്റ് ഞാൻ കോപ്പി ചെയ്യുകയാണ് ഇവിടെ നിന്ന്. ദെൻ ഞാനൊരു പുതിയ പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് ന്യൂ ചാറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തേക്കാണ് പേസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ട് HTML കോഡ് കംപ്ലീറ്റ് കോഡ് നമുക്ക് കിട്ടും. ഇത് ജസ്റ്റ് നമ്മൾ കോഡ് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ആ ഒരു HTML പേജിലേക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിപ്പോഴേ കവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബൂട്ട് സ്ട്രാപ്പും അതുപോലെ തന്നെ CSSും ജാവാസ്ക്രിപ്റ്റും ഒക്കെ വരുന്നതാണ് നമ്മുടെ ഒരു HTML പേജ് വരുന്നതെന്ന് പറയുന്നത്. സോ നമുക്ക് അത് കംപ്ലീറ്റ്ലി കോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ഈ ഒരു ട്യൂട്ടോറിയൽ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് അത് AI പ്രോംപ്റ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡെവലപ്പേഴ്സ് കൂടുതലായിട്ട് നമ്മുടെ ടൈം ആൻഡ് എഫേർട്സ് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. സോ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഇതിനകത്ത് അത്രയും ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാണ്ട് AI ടൂൾസ് വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. സിമിലർലി നമുക്ക് നമുക്ക് ഈ ഒരു സോങ് ഡീറ്റെയിൽസിൻ്റെയും HTML പേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിതിൻ്റെ ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് HTML പേജ് കിട്ടിയിട്ടുണ്ട്. കോഡിൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് രണ്ടാമത്തെ HTML പേജാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് രണ്ടാമത്തെ HTML പേജും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. detail.html അതും ഞാൻ കോപ്പി ചെയ്യാണ്. അതിൻ്റെ ടെംപ്ലേറ്റാണ് നമ്മൾ നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പറയുന്നത്. ഇതുകൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഫുള്ളി ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് ജസ്റ്റ് ഈ HTML പേജും കൂടെ ക്രിയേറ്റ് ചെയ്ത് അത് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്ത് ദെൻ നമ്മൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കുമ്പോഴത്തേനും നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ അത് നമ്മൾ ഇതുവരെ കണ്ട ഒരു പ്രൊജക്റ്റ് പോലെ ആയിരിക്കില്ല. നല്ല UI UX ഡിസൈനിങ് ഒക്കെ ഓടുകൂടി തന്നെ നമുക്കിത് വ്യൂ ചെയ്ത് കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഈ ഒരു പേജും കൂടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ നിന്ന് അത് കോപ്പി ചെയ്തു. നമ്മുടെ HTML പേജ് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തേക്ക് ഞാൻ പേസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്റ്റ് റൺ ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതെന്ന് പറയുന്നത്. പൈത്തൺ മാനേജർ.py റൺ സെർവർ ചെയ്യാം. ഇത് റൺ ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രൗസറിൽ ഞാൻ ഓൾറെഡി അഡ്മിൻ്റെ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് നമ്മുടെ ആ ഒരു നോർമൽ ഇതിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പം നമുക്ക് ഒരു സ്റ്റൈൽഡ് ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഞാനൊരു 3 സോങ്സാണ് ഇതിൻ്റെ അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 3 സോങ്സാണ് ഇവിടെ നമുക്ക് വ്യൂ ചെയ്ത് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അത് നമുക്ക് പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്കിവിടെ വരുന്നുണ്ട്. ഡീറ്റെയിൽസ് കാണുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് പേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡീറ്റെയിൽസിൻ്റെ പേജ് കൂടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡീറ്റെയിൽസിൻ്റെ പേജാണ് ഈ കാണുന്നതെന്ന് പറയുന്നത്. സോ അത് നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യാവുന്നതാണ്. ദെൻ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്
സാധിക്കും. നമുക്ക് ഏതാണോ നമ്മൾ ആഡ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു ഓഡിയോ അത് കേൾക്കാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഈ ഒരു വീഡിയോ ട്യൂട്ടോറിയലിലൂടെ നമുക്കൊരു മ്യൂസിക് പ്ലേയിങ് വെബ്സൈറ്റ് അതിൻ്റെ ഒരു ബേസിക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ജാങ്കോയുടെ ഒരു ബേസിക് നോളജ് പോലും ഇല്ലാതെ നമ്മളതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. അത് നിങ്ങൾക്ക് മുന്നോട്ട് ജാങ്കോ പ്രോജക്ട്സ് കൂടുതലായിട്ട് ചെയ്യാനുള്ളൊരു ആത്മവിശ്വാസം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എന്താണ് വീഡിയോയെക്കുറിച്ചുള്ള ഒപ്പീനിയൻ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം. താങ്ക് യു.